നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ഒരു ഭയപ്പാടുമില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇഡി പല്ലും നഖവും കൊഴിഞ്ഞ ഏജൻസിയാണെന്ന് ബിനോയ് വിശ്വം. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ്. 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പാർലിക്കാട് പത്താങ്കല്ലും ചാലക്കുടിയിലും തെരുവുനായ ആക്രമണം. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ചേരുംകുഴി മുരിക്കുംകുണ്ടിയിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ രക്ഷപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത കാറ്റിന് സാധ്യതയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി, വേലൂർ, പുതുക്കാട് മേഖലയിൽ വ്യാപക നാശം. ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് ഭാഗികമായി പൊട്ടിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി. രൂപേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നോവലിന് പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് രൂപേഷ് നിരാഹാര സമരം നടത്തിയത്. മാസപ്പിറവി ദൃശ്യമായില്ല. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ജൂൺ 7-ന്. നമസ്കാരം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ഒരു ഭയപ്പാടും ഇല്ലെന്നും LDF ഗവൺമെന്റ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ അഭിമാനമാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സിപിഐ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ഈ ഗവൺമെന്റിനെ ദുർബലമാക്കുന്ന ഒന്നും സിപിഐ ചെയ്തിട്ടില്ല. ദൗർബല്യം കണ്ടേക്കാം, ചിലപ്പോൾ തുറന്നു പറയേണ്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം LDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പ് സിപിഐ ഒരിക്കലും നേട്ടമായി കാണുന്നില്ല. അത് നിർഭാഗ്യകരമായിരുന്നു. കേരളത്തിൽ LDFന്റെ ശത്രുക്കൾ SDPIയും UDFും BJPയും ഒക്കെയുമാണ്. LDFനെ രാഷ്ട്രീയമായി ഒതുക്കാനായി നിലമ്പൂരായാലും എവിടെയായാലും ഇവരെല്ലാം ഒന്നിക്കും. കോൺഗ്രസ്, ലീഗ്, SDPI, BJP എന്നിവരെല്ലാം ചേർന്ന് LDFനെതിരെ നെറുകെട്ട രാഷ്ട്രീയ സഖ്യം ഇവിടെ രൂപം കൊള്ളുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾ പാഠം പഠിച്ചത് ജർമ്മനിയിലെ പാഠങ്ങളല്ല. ഞങ്ങളുടെ പാഠം ഇന്ത്യയുടെ പാഠങ്ങളാണ്. ഈ മണ്ണിന്റെ പാഠങ്ങൾ, ഇവിടുത്തെ കർഷകന്റെ, തൊഴിലാളികളുടെ, പട്ടിണി പാവങ്ങളുടെ പാഠങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാഠങ്ങൾ. ഞങ്ങൾ ആ പാഠം പഠിച്ചവരാണ്. ആ പാഠങ്ങളെല്ലാം ഞങ്ങൾ മാർക്സിസത്തിന്റെ കണ്ണാടികൾ കൂടി മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ഞങ്ങൾ സ്വന്തം വഴി കണ്ടത്. അതാണ് കമ്മ്യൂണിസ്റ്റ് വഴി. നിങ്ങളോ വിദേശമായ വഴികളെ പറ്റി അന്ധമായിട്ട് ഏറ്റുവാങ്ങിയവരാണ്. നിങ്ങൾ അത് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖണ്ഡിതമായി പറയുന്നു, RSSന്റെ സ്കൂളിൽ പോയി ദേശസ്നേഹം പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും നാളെയും മനസ്സില്ല. കാരണം ഞങ്ങളുടെ ചോരയിലുണ്ട് ദേശസ്നേഹം. കൈകൾ കോട്ടു പിടിക്കണം, ഹൃദയങ്ങൾ തമ്മിൽ കുരുത്തു നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേർന്ന് നിൽക്കണം. CPIയോ CPMോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരുമിക്കൽ കാണിച്ചില്ല എങ്കിൽ ജയിക്കാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരുമല്ല, ശത്രുക്കളായിരിക്കും. ശത്രുക്കൾ ജയിക്കാൻ പാടില്ല. രാജ്യം ഭരിക്കുന്ന BJP ഫാസിസ്റ്റാണെന്ന കാര്യത്തിൽ CPIക്ക് ഒരു സംശയവുമില്ല. RSS ഭാരതീയമല്ല. മുസോളിനിയുമായി ആശയവിനിമയം നടത്തി അതിവിടെ പ്രാവർത്തികമാക്കിയതാണ് RSSുകാർ. RSSന്റെ സ്കൂളിൽ പോയി ദേശസ്നേഹം പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എത്രത്തോളം ഈ ഗവൺമെന്റ് CPMന്റേതാണോ അത്രത്തോളം ഈ ഗവൺമെന്റ് CPIയുടേതാണ്. CPIക്ക് അറിയാം. ഈ ഗവൺമെന്റിനെ ദുർബലമാക്കുന്ന ഒന്നും CPI ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഗവൺമെന്റ് ഇന്ത്യക്ക് വഴികാട്ടിയ. കുറവുകളുണ്ടാകാം, ദൗർബല്യം കണ്ടേക്കാം, ചിലപ്പോൾ അത് പറഞ്ഞു വന്നേക്കാം. അതെല്ലാം പക്ഷേ LDF ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഇന്ത്യക്ക് വേറെ പോകാൻ വഴിയില്ല. LDF അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വാക്ക് കടമെന്ന് പറയുന്നു, there is no alternative എന്ന വാക്ക്. ഈ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രം CPI പറയും there is no alternative. ഇതാണ് ഏക പോംവഴി, LDFന്റെ പോംവഴി. ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ഈ വെളിച്ചത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകാശഭവനം പോലെ കാണുന്നു. ഈ പ്രകാശം ഇന്ത്യയിലാണ് വ്യാപിക്കണം. ഇന്ത്യയിൽ എവിടെയും നീതിക്ക് വേണ്ടി പോരാടുന്നവരെല്ലാം ആവേശം കൊള്ളിക്കാനായി നമുക്ക് പറയാനാകണം, തെക്കോട്ട് നോക്കുമെന്ന് പറയാനാകണം. ഇതാണ് കേരളത്തിന്റെ വഴി. അതുകൊണ്ട് ഈ വഴി വിജയിക്കേണ്ട വഴിയാണ്. ഈ വഴി ഭാവിയുടെ വഴികാട്ടിയാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാലഘട്ടത്തിലും LDF ഗവൺമെന്റിനെയും LDFനെയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുടുംബസംഗമത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രമേഷ് കുമാർ, മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ, VS സുനിൽകുമാർ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, ഷീല വിജയകുമാർ, AK ചന്ദ്രൻ തുടങ്ങിയവരും പഴയകാല പ്രവർത്തകരും കുടുംബാംഗങ്ങളും കുടുംബസംഗമത്തിൽ പങ്കെടുത്തു.
TCV ന്യൂസ്, തൃശൂർ. ED പല്ലും നഖവും കൊഴിഞ്ഞ ഏജൻസിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരിക്കുന്ന കക്ഷിക്ക് രാഷ്ട്രീയ ശത്രുക്കളെ എതിരിടാൻ വേണ്ടി തുടല് പൊട്ടിച്ച് പറഞ്ഞുവിടാൻ വേണ്ടിയുള്ളതാണ് ED. ED എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഡീസൻസിയും എൻഡ് ഓഫ് ഡയറക്ഷനുമാണ്. EDയുടെ പ്രധാന ആൾക്കാർ അഴിമതിക്കാരാണ്. ED വരുന്നേ എന്ന് പറഞ്ഞ് ആൾക്കാരെ വിരട്ടി പണം മേടിക്കാൻ പറഞ്ഞയക്കുന്ന പൂർണ്ണമഞ്ചത്തിന്റെ പേരാണ് ED. EDയെ ഉപയോഗിച്ച് LDFനെ വിരട്ടാനാണ് നീക്കം. AC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും MM വർഗീസിനെയും എല്ലാവർക്കും അറിയാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഏതാണ് EDക്ക് പഴയ പല്ലുണ്ടോ, പഴയ നഖമുണ്ടോ? പഴയ പല്ലും നഖവും എല്ലാം പോയ ഒരു EDയാണ് ഉള്ളത്. അതിന് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഭരിക്കുന്ന കക്ഷിക്ക് രാഷ്ട്രീയ ശത്രുക്കളെ എതിരിടാൻ വേണ്ടി തുടല് പൊട്ടിച്ച് പറഞ്ഞു വിടുന്നൊരു ജീവിയാണ് ED. ED എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഡീസൻസിയാണ്, എൻഡ് ഓഫ് ഡയറക്ഷനാണ്. ദിശയില്ലാത്ത, അന്തസ്സില്ലാത്ത ഒന്നാണ് ഇപ്പോഴത്തെ ED. എല്ലാവരും കണ്ടില്ലേ, EDയിലെ വൻതോക്കുകൾ, പ്രമാണപ്പെട്ട ആൾക്കാർ അഴിമതിക്കത്തിലെ പ്രതികളാണ്. ED വരുന്നതെന്ന് പറഞ്ഞ ആൾക്കാരെ വിരട്ടി പണം മേടിക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞയക്കുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ പേരായിട്ട് ED മാറിക്കഴിഞ്ഞിരിക്കും. ആ EDയെ കാട്ടി LDFനെ വിരട്ടാമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ്. 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിനു സമീപം RV ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിനെതിരെയാണ് പരാതി. 4 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് 12.5% പലിശ വാഗ്ദാനം ചെയ്ത് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 300ഓളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. കഴിഞ്ഞ 6 മാസം മുൻപ് വരെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ലഭിച്ചിരുന്നു. ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 11 ജീവനക്കാരുണ്ടായിരുന്നതിൽ ഇപ്പോൾ 7 ജീവനക്കാർ മാത്രമാണുള്ളത്. 6 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കെട്ടിട വാടകയും മുടങ്ങിയതിനാൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയായ 24 ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടിയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ C രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഗിൻ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് പരാതിക്കാർ രംഗത്തെത്തിയത്. ഇതുവരെ 5 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി ലഭിച്ചതായി ടെമ്പിൾ SHO G അജയകുമാർ പറഞ്ഞു. പരാതിക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പോലീസ് FIR തയ്യാറാക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തവണകളായി 55 ലക്ഷം രൂപ നൽകിയിട്ട് മുതലും പലിശയും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് ഗുരുവായൂർ സ്വദേശി കൃഷ്ണദാസ് പറഞ്ഞു. ഗ്രീൻ ഫാമിലിക്ക് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനും മകനും കൂടി 55.5 ലക്ഷം പല ഘട്ടങ്ങളായിട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ മുതലുമില്ല, പലിശയില്ല. മൊത്തം അവര് 350 കോടി പിരിച്ചെടുത്തിട്ടുണ്ട് പലരിൽ നിന്ന്. അത് ഇന്നിപ്പം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്ന പ്രചരണത്തോടെ 2008 സംസ്ഥാന വ്യാപകമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് 15 ബ്രാഞ്ചുകളും ചെന്നൈയിൽ ഒരെണ്ണവുമുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 450 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന സ്ഥാപനം ഗുരുവായൂരിൽ നിന്ന് 50 കോടി തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. പാർലിക്കാട് പത്താംകല്ല് തെരുവനായ ആക്രമണം 2 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തിയ വയോധികർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച നായ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയും ആക്രമിച്ചു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. പാറക്കുന്ന് വീട്ടിൽ അമ്മിണി, പേരക്കുട്ടി 2 വയസ്സുകാരൻ, ചൂണ്ടൽ വീട്ടിൽ ബേബി, പുത്തൻപീടികയിൽ വീട്ടിൽ കുഞ്ഞിമ്മ, തൊഴിലുറപ്പ് തൊഴിലാളി പ്ലാക്കിൽ വീട്ടിൽ റഹ്മത്ത്, ചീനിക്കപ്പറമ്പിൽ വീട്ടിൽ അബ്ദുറഹ്മാൻ, ഭാർഗവി എന്നിവർക്കാണ് കടിയേറ്റത്. നായയെ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ചാലക്കുടി പോട്ടയിൽ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ ബേബി, വർഗീസ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് കാലത്ത് അവിടെ കിടക്കുന്ന പട്ടി അവർ മൂത്രം ഒഴിക്കാൻ കണ്ടു വന്നപ്പോൾ ഒരാളുടെ കാലത്ത് കടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴേക്കും ഒരാളെ കടിച്ചു.
ഈ പട്ടി ഭയങ്കര ശല്യം ഇവിടെ. നാളൊരു ചേച്ചിനെ ഓടിച്ചു. ഭയങ്കര ശല്യമാണ് ഈ പട്ടി ഇപ്പോൾ. ചേരുംകുഴിയിൽ കുളത്തിൽ വീണ 2 സഹോദരങ്ങളിൽ ജ്യേഷ്ഠനായ 10 വയസ്സുകാരന് ദാരുണാന്ത്യം. അനുജനെ നാട്ടുകാർ രക്ഷിച്ചു. ചേരുംകുഴി മുരുക്കംകുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീർച്ചാലിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. 8 വയസ്സുള്ള അനുജൻ വരുൺ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11ഓടെയാണ് അപകടം. കളിക്കുന്നതിനിടെ കുട്ടികൾ ആഴമേറെയില്ലാത്ത കുളത്തിലേക്ക് വീഴുകയായിരുന്നു. കുളത്തിന്റെ അരികിൽ മുങ്ങാതെ നിന്ന അനുജൻ വരുണിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരിൽ ചിലർ രണ്ടുപേരെയും കുളത്തിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന സരുണിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അന്ത്യം സംഭവിച്ചിരുന്നു. അനുജൻ വരുണിനെ പട്ടിക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു. ആ കുട്ടിയുടെ അനുജനും കൂടി അവിടെ ആ വഴിയിൽ പോയതാണ്. കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുളത്തിലേക്ക് വീണ്, കുളം പോലെ ഉള്ള ഒരു ജലാശയത്തിൽ വീണ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ഞാൻ ജൂബിലി ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികൃതരോട് ചോദിച്ചപ്പോൾ ബോഡി ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഒപ്പം ഒരു അനുജൻ കൂടി ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. 3 കുട്ടികൾ കൂടി ഉണ്ട് അവർക്ക്. അവർ സേഫാണെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരിപ്പോൾ സേഫാണ്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. അതിവേഗം പോലീസിനോട് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയായ നീർച്ചാലിൽ സുരേഷ് ടാപ്പിംഗ് തൊഴിലാളിയാണ്. 4 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബം ചേരുംകുഴി മുരുക്കംകുണ്ട് ഉന്നതിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സരുൺ. അപകട വിവരം അറിഞ്ഞ റവന്യൂ മന്ത്രി കെ രാജൻ ആശുപത്രിയിലെത്തി. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ മേഖലയിൽ വ്യാപക നാശം. എരുമപ്പെട്ടി, ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തിയായനിയുടെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്ക് പന ഒടിഞ്ഞു വീണ് പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകർന്നു. നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്ക് കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. നെല്ലുവായ് തെക്കുമുറിയിൽ കനത്ത മഴയിൽ പ്ലാവ് കടപുഴകി വീണ് ആർട്ടിസ്റ്റ് സദന്റെ വീട് തകർന്നു. നെല്ലുവായ് മുണ്ടങ്കോട് മുളങ്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. നെല്ലുവായ് പുഴക്കരയിലെ വാഴത്തോട്ടത്തിലെ 40 ചെങ്ങാലിക്കോടൻ വാഴകൾ മരങ്ങൾ വീണ് നശിച്ചു. പറമ്പിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ കാറ്റിൽ കടപുഴകി വാഴകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ കാറ്റിൻ മഴയത്ത് 2 വൻ മരങ്ങൾ വീണ് 40ഓളം വാഴോളം കേടുപാട് പറ്റി. ഒരു കൊല്ലത്തെ അധ്വാനമാണ്. വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഗവൺമെൻറ് കൃഷിഭവനമായിട്ട് എന്തെങ്കിലും സഹായമായി ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്ന് അങ്കനവാടി റോഡിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. വേലൂർ 12ാം വാർഡിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീടാണ് തകർന്നത്. വേലൂർ വെങ്ങിലശ്ശേരി തട്ടാൻ അർജുനന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന്റെയും ബൈക്കിന്റെയും മുകളിലേക്ക് മാവ് മറിഞ്ഞു വീണ് വാഹനങ്ങൾ ഭാഗികമായി തകർന്നു.
മരം വീണ് ആളൂർ ആറ്റത്ര ജോസിന്റെ വീടിന്റെ മേൽക്കൂരയും തെങ്ങ് വീണ് തിരുത്തിയിൽ വിജയകുമാറിന്റെ തൊഴുത്തും തകർന്നു. വേലൂർ 14-ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എങ്കക്കാട് മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. എങ്കക്കാട് പയറ്റുശാലയിൽ സേതുമാധവന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ പുളിമരം കടപുഴകി വീണത്. വീടിന്റെ മുകളിലെ 2000 സ്ക്വയർ ഫീറ്റ് ട്രസ് പൂർണ്ണമായും തകർന്നു. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി മേഖലയിൽ മരക്കൊമ്പുകൾ വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അകമല, കുഴിയോട് പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മംഗലം, ചോറ്റുപാറ, വാളൻകുന്ന് ഭാഗത്തും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. വാളൻകുന്ന് ചങ്ങനാത്തുണ്ടത്തിൽ ജോഷിയുടെ വീടിന്റെ അടുക്കള തകർന്നു. പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ജലനിരപ്പ് 420 മീറ്ററിൽ ക്രമീകരിച്ച് ഡാമിന്റെ 7 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ മഴയുണ്ടായാൽ സ്ലൂയിസ് വാൽവും തുറക്കുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു. നിലവിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം 1.5 മീറ്ററോളം ഉയർന്നു. ഇതോടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ദൃശ്യചാരുതയേറി. ഈ വർഷം ആദ്യമായാണ് ഇത്രയും വെള്ളം അതിരപ്പിള്ളിയിൽ ഒഴുകുന്നത്. വിവരമറിഞ്ഞ കൂടുതൽ വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാനെത്തുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ മഴ വിട്ടുനിൽക്കുന്നതും ആശ്വാസമായി. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്ന് ചാലക്കുടി തഹസിൽദാർ അറിയിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ തെങ്ങും തേക്കും മറിഞ്ഞു വീണ് 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കനറ ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലെ മാനേജരായ തെക്കേത്തുറവ് സ്വദേശി കാഞ്ഞിപ്പള്ളി വീട്ടിൽ രാജുവിന്റെ ഭാര്യ ഷീല, കാർ ഡ്രൈവർ പാഴായി സ്വദേശി ഗോപി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മരങ്ങൾ വീണ് കാർ തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മിന്നൽ ചുഴലിയിൽ തെക്കേത്തുറവ് പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാതി, തെങ്ങ്, കവുങ്ങ് എന്നിവയും കാറ്റിൽ കടപുഴകി. റോഡിലേക്ക് വീണ മരങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പോട്ടക്കാരൻ ആന്റണിയുടെ വീട്ടുമതിലും മരങ്ങൾ വീണ് തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പൂക്കളം കണ്ണിക്കുത്തി റോഡ് കാരുണ്യ സ്ട്രീറ്റിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. കാറ്റിൽ മരക്കൊമ്പ് വൈദ്യുതി കമ്പിയിൽ വീണതിനെ തുടർന്നാണ് സമീപത്തെ വൈദ്യുതി തൂൺ ഒടിഞ്ഞത്. പ്രദേശവാസികളായ യുവാക്കളുടെ സംയോജിതമായ ഇടപെടലിൽ അപകടം ഒഴിവായി. ഫ്യൂസ് ഊരി മാറ്റി വൈദ്യുതി വിച്ഛേദിച്ച് യുവാക്കൾ മരങ്ങൾ മുറിച്ചുമാറ്റി. തൃശൂർ ജില്ലയിൽ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് 41.81 മില്ലി ലിറ്റർ മഴ. നിലവിൽ ജില്ലയിൽ 2 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഊരകം ALPS സ്കൂളിലും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. 2 ഇടങ്ങളിലായി 16 പേരാണുള്ളത്. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോടും ആലുവയിലും ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചത്തേക്ക് വ്യാപക മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നും ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെടുന്നതോടെ മഴയുടെ അളവും കാറ്റിന്റെ ശക്തിയും വർദ്ധിക്കുമെന്നും 29, 30 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരക്കെ മരങ്ങൾ കടപുഴകി വീണാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് വരെ 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഇവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നു. മലയോര മേഖലയിൽ എല്ലായിടത്തും ശരാശരി 500 mm മഴ പെയ്തിട്ടുണ്ട്. ഇത് സാധാരണ നിലയിൽ കാണാത്ത അളവാണ്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനമാകെ സജ്ജമാണെന്നും ഇപ്പോൾ 16 ക്യാമ്പുകളായി 457 ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നതെന്നും 6 ലക്ഷത്തോളം ആളുകളെ പാർപ്പിക്കാനുള്ള 4000 ക്യാമ്പുകൾ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മലയോര മേഖലയിലും ആകെ ഇപ്പോൾ 500 mm മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
സോയിൽ സാങ്ച്വറേറ്റഡ് ആകുന്നതിൻ്റെ ഒരു വലിയ സ്വഭാവം അതിലേക്ക് വരും. 29-30 തീയതികളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ കളക്ടർമാരോടും താഴത്തുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിട്ടുള്ളത് KCBക്കാണ്. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കേരളത്തിന്റെ തീരദേശത്ത് ഇതുവരെ 33 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത്. ആളുകൾ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് കണ്ടെയ്നറുകളിൽ നിന്നുള്ള എണ്ണ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പൊഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. ഒരേ സമയം തന്നെ പൊഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അറക്കപ്പൊടി നിറച്ചിട്ടുള്ള ചാക്കുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും കടലിൻ്റെ തീരത്തേക്കോ കടലിൻ്റെ തീരത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് കായലുകളിലേക്കും പുഴകളിലേക്കും പോകുന്ന കേന്ദ്രങ്ങളിൽ അത് നിറച്ച് പടരാതിരിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. TCV ന്യൂസ്, തൃശൂർ. കനത്ത മഴയെ തുടർന്ന് ഏനാമക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയം കെട്ട് ഭാഗികമായി പൊട്ടിച്ചു. റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലെ വാട്ടർ ലെവൽ കനത്ത മഴയെ തുടർന്ന് ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് റെഗുലേറ്റർ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കാൻ ധാരണയായത്. കനാലിലെ ജലനിരപ്പ് 110 സെന്റിമീറ്റർ വരെ ഉയർന്നിരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പടവിലെ ബണ്ടുകൾക്ക് ബലക്ഷയം സംഭവിച്ച് തകരാൻ സാധ്യതയുണ്ടെന്നും വളയം ബണ്ട് പൂർണ്ണമായി തള്ളിപ്പോകാൻ ഇടയുണ്ടെന്നും അധികൃതർ വിലയിരുത്തി. ഇതോടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ജലനിരപ്പ് കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുകയായിരുന്നു. മഴ കൂടുതൽ ശക്തമാവുകയും ജലനിരപ്പ് വീണ്ടും ഉയരുകയും ചെയ്താൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം കടലിലേക്ക് ഒഴുക്കിവിടേണ്ടി വരും. മഴയിൽ നനഞ്ഞ് നശിച്ച് തൃശൂർ പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ. കനത്ത മഴയിൽ ചോർച്ചയിലാണ് പുസ്തകങ്ങൾ നനയുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നനഞ്ഞ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഉണക്കാനിട്ടിരിക്കുകയാണ്. 3 കോടി രൂപ ചെലവഴിച്ച് പണിത പുതിയ കെട്ടിടം ഉദ്ഘാടന ശേഷവും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി. രൂപേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 ദിവസമായി രൂപേഷ് നിരാഹാര സമരത്തിലായിരുന്നു. ജയിൽ ഡോക്ടർ രാവിലെ നടത്തിയ പരിശോധനയിലാണ് രൂപേഷിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന നോവലിന് പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് രൂപേഷ് നിരാഹാരം ആരംഭിച്ചത്. ജയിൽ വകുപ്പിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രൂപേഷ് നിരാഹാരം ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന രൂപേഷിന്റെ 2ാമത്തെ നോവലാണ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ജൂൺ 7-ന്. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ദുൽഹിജ് 1 വ്യാഴാഴ്ചയായിരിക്കും. അറഫ നോമ്പ് ജൂൺ 6-നുമായിരിക്കും. ബുധനാഴ്ച ദുൽഗദ് 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച ദുൽഹിജ് 1 ആയിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും അറിയിച്ചു. ഇഡിക്കെതിരെ പ്രക്ഷോഭവുമായി CPM ജില്ലാ കമ്മിറ്റി. കരുവന്നൂർ കേസിന്റെ മറവിൽ CPMനും പാർട്ടി നേതാക്കൾക്കുമെതിരെ ED കള്ളക്കേസുകൾ ചമയ്ക്കുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ബുധനാഴ്ച തൃശൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. കൊടകരയിൽ 50 കോടിയുടെ കുഴൽപ്പണം BJP ഇറക്കിയത് കണ്ടില്ലെന്ന് നടിക്കുകയും പിന്നീട് കുറ്റപത്രത്തിൽ അവരെ ഒഴിവാക്കുകയും ചെയ്ത ED കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസും BJPക്ക് വേണ്ടി തമസ്കരിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. 2 മാസത്തോളം നീണ്ടുനിന്ന തൃശൂർ പൂരം പ്രദർശനത്തിന് സമാപനമായി. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ ആശങ്കകൾക്കും ഇട നൽകാതെ പൂരം പൂർവാധികം ഭംഗിയോടെ നടത്താൻ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം വെടിക്കെട്ട് സ്വരാജ് റൌണ്ടിൽ നിന്ന് സുരക്ഷിതമായി കാണികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നതും സന്തോഷകരമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ബോർഡംഗം KP അജയൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കൌൺസിലർ റെജി ജോയ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, സെക്രട്ടറി M രവികുമാർ എന്നിവർ പങ്കെടുത്തു. പ്രദർശനത്തിൽ പവലിയനുകളും സ്റ്റാളുകളും ഒരുക്കി സഹകരിച്ച
വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കിറങ്ങി അമ്പലം വടക്കുന്നാഥനെ വലതുവെച്ച് നിലപാട് തറയിൽ ചെന്ന് ശംഖുവിളി മുഴക്കിയതോടുകൂടി ആരംഭിച്ച പൂര വിളംബരം 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ തിരിച്ചറിഞ്ഞു, ഇത്തവണ പൂരത്തിന് സമീപ ഭൂതകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനപ്രവാഹം ഉണ്ടാകും എന്ന് നമ്മൾ കരുതി. 14 ലക്ഷം പേർ വരെ വന്ന പൂരത്തിന്റെ കണക്കാണ് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം ഫലം കണ്ടു. തൃശൂർ ചേറൂർ റോഡിലെ കട്ടച്ചിറ പാലത്തിന് സമീപത്തെ തോട് വൃത്തിയാക്കാൻ ആരംഭിച്ചു. തോട്ടിൽ നിന്ന് പായലും കുളവാഴകളും നീക്കാത്തതുമൂലം വെള്ളക്കെട്ട് രൂക്ഷമാണെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ സമരം നടത്തിയിരുന്നു. കോൺഗ്രസ് കൗൺസിലർമാർ ഇതേ കട്ടച്ചിറ പാലത്തിന് സമീപം കുത്തിയിരുന്ന് സമരം നടത്തിയപ്പോൾ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് മാത്രം. എന്തായാലും ആ പ്രവർത്തനം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനിയും നിരവധി ഡിവിഷനിൽ നിരവധി പ്രദേശങ്ങളിൽ വലിയ തോടുകൾ ഇനിയും ക്ലീൻ ചെയ്യാനുണ്ട്. ആയിരക്കണക്കിന് വീടുകളാണ് ഇതുമൂലം വെള്ളം നിറയുന്നത്. ഏപ്രിൽ 15 പൂർത്തീകരിക്കേണ്ട പ്രവൃത്തി മെയ് 27 ആരംഭിക്കുമ്പോൾ ഇത് എന്നാണ് കഴിയുക? അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മേയറും ഭരണ നേതൃത്വവും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ഇടപെട്ട് ഉടനടി പൂർത്തീകരിച്ചു തരണമെന്നാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. അരിവാൾ പാലം, പാത്തിപ്പാലം, കുറ്റുമുക്കിലെ പാത്തിപ്പാലം, അതുപോലെ തന്നെ പാറത്തോട്, കല്ലടിമൂല പ്രദേശത്ത് തിരുവാണിപ്പുറം, ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഒക്കെ വലിയ തോടുകളാണ്. ഇതിനടുത്ത് തന്നെ ഒരുപാട് വീടുകളിലെ ആളുകളുണ്ട്. ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് സംജാതമാകാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇത്തരം ഒരു പ്രശ്നം കണ്ടതാണ്. ഞങ്ങളുടെ ക്യാമ്പ് NSUP സ്കൂളിൽ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വർഷം അത് ആവർത്തിക്കാതിരിക്കാൻ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ, അതായത് ഏപ്രിൽ 15 മുൻപേ തന്നെ ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്ന് വളരെ കൃത്യമായി മേയർക്കും ഭരണ സമിതിയോടും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് വളരെ ഖേദപൂർവ്വം നമുക്ക് പറയാനുള്ളത്. തൃശൂർ നഗരത്തിലെ പെരിങ്ങാവ് പരിസര പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. നഗരത്തിലെ താണിക്കുടം പുഴ, ഗിരിജാത്തോട്, കുണ്ടുവാറത്തോട് എന്നിവ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. താണിക്കുടം പുഴ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള മറ്റ് കനാലുകൾ വൃത്തിയാക്കാൻ ടെൻഡർ നൽകിയിട്ടും ചെയ്യാതിരുന്ന കരാറുകാരനെതിരെ ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാലവർഷത്തോടനുബന്ധിച്ച് നടത്തേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കടപ്പുറം, പുന്നേർക്കുളം പഞ്ചായത്തുകളിൽ കടലേറ്റമുണ്ടെങ്കിലും ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യം നിലവിലില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർ യോഗത്തെ അറിയിച്ചു. കാലവർഷത്തിന്റെ ഭാഗമായി തകർന്ന വീടുകൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ചാവക്കാട് തഹസിൽദാർ പറഞ്ഞു. മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതായി KSEB അധികൃതർ പറഞ്ഞു. കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അടിയന്തര പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകുന്നതിന് ഫയർഫോഴ്സ് ഓഫീസർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും MLA നിർദ്ദേശം നൽകി. കുടിവെള്ളം തടസ്സമില്ലാതെ ലഭിക്കുന്നുവെന്ന് ജലസേചന വകുപ്പും
തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമായ അനുമതി ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ലഭ്യമാക്കുവാനും MLA ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നതായും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായതായും യോഗം വിലയിരുത്തി. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ 85 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാന നിർമ്മാണം അടിയന്തരമായി തുടങ്ങുന്നതിനും ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും പൊതുമരാമത്ത് NH വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടറിലേക്ക് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ തഹസിൽദാർക്ക് MLA നിർദ്ദേശം നൽകി. അവലോകന യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, ജാസ്മിൻ ഷഹീർ, NMK നബീൽ, സാലിഹ ഷൌക്കത്ത്, വിജിത സന്തോഷ്, ചാവക്കാട് തഹസിൽദാർ കിഷോർ കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാവക്കാട്. കേരള സംഗീത അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടരുന്നു. നാടക മത്സരത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരം കൈക്കാവൂർ SS നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 എന്ന നാടകവും കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച വനിതാ മെസ് എന്നീ നാടകങ്ങൾ അരങ്ങേറി. ബുധനാഴ്ച രാവിലെ തൃശൂർ വള്ളുവനാട് ബ്രഹ്മയുടെ വാഴ്വേ മായം, വൈകിട്ട് കൊല്ലം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന യാത്ര എന്നീ നാടകങ്ങൾ അരങ്ങേറും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടക മത്സരം വെള്ളിയാഴ്ച സമാപിക്കും. മഴയെത്തി ആദ്യ നാളുകളിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷം. ഇനിയും പഠിക്കാതെ കേരളം. മഴയ്ക്ക് മുമ്പായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി TCVയുടെ സെഗ്മെന്റ് ആരംഭിക്കുന്നു. പ്രളയത്തിലും പഠിക്കാതെ. വെള്ളക്കെട്ടും പ്രളയവും ഒരു പരിധിവരെ ഒഴിവാക്കാനായുള്ള മഴ മുന്നൊരുക്കങ്ങൾ പാളിയതാണ് ഇത്തവണ കാലവർഷമെത്തിയപ്പോൾ ആദ്യ ദിനങ്ങളിൽ തന്നെ നാം കണ്ടത്. മഴക്കാല പൂർവ്വ ശുചീകരണം പ്രഹസനമായി മാറി. മഴയ്ക്ക് മുമ്പേ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ ഇത്തവണ ഉണ്ടായില്ല എന്നത് ആദ്യ മഴയിൽ തന്നെ വ്യക്തമായി. മഴയുടെ ആദ്യ ദിനത്തിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി. തകർന്നും വെള്ളക്കെട്ട് മൂലം പല റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായി. തദ്ദേശതലത്തിൽ ഭൂരിഭാഗം ഇടങ്ങളിലും ഇത്തവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. ജലസ്രോതസ്സുകളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു. മലിനമായി കിടന്ന നീർച്ചാലുകളും ജലം ഒഴുകിപ്പോകേണ്ട തോടുകളും വൃത്തിയാക്കിയില്ല. പായലുകളും ചണ്ടിയും നിറഞ്ഞ തോടുകളിൽ നിന്ന് ഇവ നീക്കം ചെയ്യാനും നടപടിയുണ്ടായില്ല. ഓടകളിലെയും കൽവർട്ടുകളിലെയും തോടുകളിലെയും തടസ്സങ്ങൾ നീക്കം ചെയ്യാത്തതുമൂലം വെള്ളം ഒഴുകിപ്പോകാതെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. 2018 പ്രളയനാളുകളിൽ വീടുകളിലേക്ക് വെള്ളം ഉയരാത്ത ഇടങ്ങളിൽ പോലും ഇത്തവണ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ച നിസ്സാരവൽക്കരിക്കാനാവില്ല. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ വെള്ളം ഒഴുകിപ്പോകാനിടമില്ലാതെ പ്രളയ സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇത് വരുത്തിവെച്ച പ്രളയമാണെന്ന് ജനം അധിക്ഷേപിച്ചാൽ കുറ്റം പറയാനുമാകില്ല. TCV, തൃശൂർ. ഇന്ത്യയുടെ മഹിതമായ പാരമ്പര്യം ഇല്ലാതാക്കി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് NCP-S സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തിൽ NCP-S ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നെഹ്റു സ്മൃതി സദസ്സ് അയ്യന്തോൾ കോസ്റ്റ് ഫോർഡ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NCP-S ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി, സംസ്ഥാന നിർവാഹക സമിതി അംഗം EA ദിനമണി, NYC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത്, ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ട്രാവലർ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. മുണ്ടത്തിക്കോട് കോണിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാര്യ 43 വയസ്സുള്ള ധന്യയാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് സ്റ്റാർ പൈപ്സിന് സമീപമായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. നാടൻ പാട്ടുകളെ ജനകീയമാക്കുകയും സ്വപ്രയത്നത്താൽ മലയാള സിനിമാ ലോകം കൈയടക്കുകയും ചെയ്ത
കലാഭവൻ മണി മലയാളത്തിന്റെ അഭിമാനമായിരുന്നുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഫോക്ലോർ അക്കാദമി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജന്മനാടിനെ ഇത്ര കണ്ട് സ്നേഹിച്ച കലാകാരൻ മണിയെപ്പോലെ വേറെ ആരുമുണ്ടാകാനിടയില്ല. അതുകൊണ്ട് തന്നെയാണ് ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം വേണമെന്ന് തീരുമാനിച്ചത്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, RLV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, പ്രസീത ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. 4 പതിറ്റാണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അതുല്യ കലാകാരൻ, ഹാസ്യത്തിലും സ്വഭാവവേഷങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അരങ്ങൊഴിഞ്ഞിട്ട് 19 വർഷം പിന്നിടുന്നു. വടക്കാഞ്ചേരി എങ്കേക്കാട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോന്റെയും പാറുക്കുട്ടിയമ്മയുടെയും മകനായി ജനനം. നാടകത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക്. ദർശനം എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തെ അവിഭാജ്യ ഘടകമായി മാറി. ഹരിഹരന്റെയും സത്യനന്ദിക്കാടിന്റെയും ചിത്രങ്ങളിലൂടെ നിരവധി ജനപ്രീതി നേടിയ കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിച്ചു. എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ത്രിപുലാദിത്യ തളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ടും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞിരാ, അതിന് വ്യായാമൊന്നും ആവശ്യമില്ല. മലയാളിത്തവും അഭിനയകലയുടെ പരപ്പും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അച്ഛനായും അമ്മാവനായും നടത്തിയ അഭിനയ പരക്കായ പ്രവേശങ്ങളെല്ലാം പൂർണ്ണതയുടെ തിടമ്പേറ്റി. കേട്ടില്ലേ ജാനകി, നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. അഭ്രപാളിയിലെ അത്യുജ്വല കഥാപാത്രങ്ങളെ തേടി നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിലേക്കെത്തി. 2002 നിഴൽക്കൂത്തിലെ കാളിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും തൂവൽ കൊട്ടാരം, കഥാപുരുഷൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. MTയുടെ ചെറുപുഞ്ചിരിയിലെ അഭിനയവും ദേവാസുരത്തിലെ പെരിങ്ങോടൻ എന്ന കഥാപാത്രവും എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. ചെറുപ്പകാലത്ത് അഭ്യസിച്ച സംഗീതം ചില സംഗീത സംരംഭങ്ങളിലും ഒടുവിലിനെ പങ്കാളിയാക്കി. ഭരതേട്ടൻ വരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചു. ബിച്ചു തിരുമല എഴുതി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച് പരശുറാം എക്സ്പ്രസ് എന്ന ആൽബവും പിന്നീട് പുറത്തിറക്കി. രവി ഗുപ്തൻ സംവിധാനം ചെയ്ത സർവം സഹ എന്ന സിനിമയ്ക്കും സംഗീതം നിർവഹിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം പുറത്തിറങ്ങിയിരുന്നില്ല. അരങ്ങിനെയും തിരശീലയും ധന്യമാക്കി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം ജീവൻ പകർന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ എന്നും ജീവിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ വൂഷു ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ വിഭാഗത്തിൽ തൃശൂർ ബ്രേവ് ബ്രദേഴ്സ് ഫൈറ്റേഴ്സ് ക്ലബ്ബ് ഓവറോൾ കിരീടം നേടി. 8 സ്വർണ്ണ മെഡലും 6 വെള്ളി മെഡലും 4 വെങ്കല മെഡലും നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KL മഹേഷിൽ നിന്നും ബ്രേവ് ബ്രദേഴ്സ് ഫൈറ്റേഴ്സ് ക്ലബ്ബ് ഹെഡ് കോച്ച് MV സന്ദീപ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തൃശൂർ ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിൽ പൈപ്പിടാൻ കുഴിച്ച കുഴിയിൽ കാർ താഴ്ന്നു. കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കാർ പൊക്കി മാറ്റാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ ഉയർത്തിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,708 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ഒരു ഭയപ്പാടുമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ED പല്ലും നഖവും കൊഴിഞ്ഞ ഏജൻസിയാണെന്ന് ബിനോയ് വിശ്വം. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ്. 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പാർലിക്കാട് പത്താങ്കല്ലും ചാലക്കുടിയിലും തെരുവുനായ ആക്രമണം. 2 വയസ്സുകാരനുൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ചേരുംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ രക്ഷപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത കാറ്റിന് സാധ്യതയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി വേലൂർ പുതുക്കാട് മേഖലയിൽ വ്യാപക നാശം. ഏനമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് ഭാഗികമായി പൊട്ടിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി. രൂപേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നോവലിന് പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് രൂപേഷ് നിരാഹാര സമരം നടത്തിയത്. മാസപ്പിറവി ദൃശ്യമായില്ല. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ജൂൺ 7-ന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വൈകിട്ടെ